സമുദ്രനിരപ്പിൽ നിന്നും 1337 മീറ്റർ ഉയരത്തിൽ പെരിയാർ വന്യജീവി സങ്കേതത്തിന്റെ ഹൃദയഭാഗത്ത് ഒരു പുരാതന ശിലാക്ഷേത്രമുണ്ട്. പ്രകൃതിയും ചരിത്രവും ഐതിഹ്യവും ഒത്തുചേരുന്ന മംഗളാദേവി ക്ഷേത്രം മംഗളദായിനിയായ ഭദ്രകാളിയായും മധുരാപുരി ചുട്ടരിച്ചെത്തിയ കണ്ണകിയായും ഭഗവതി ഇവിടെ വാണരുളുന്നു. 2000 വർഷങ്ങൾക്ക് മുമ്പ് പുരാതന ചേര സാമ്രാജ്യത്തിന്റെ അധിപനായിരുന്ന ചേരൻ ചെങ്കുട്ടുവനാണ് ഈ ക്ഷേത്രം സ്ഥാപിച്ചതെന്ന് കരുതപ്പെടുന്നു. ചിലപ്പതികാരത്തിലെ നായികയായ കണ്ണകി പാണ്ഡ്യനാട്ടിൽ നിന്നും വണ്ണാത്തിപ്പാറയിൽ എത്തിയതിന്റെ ഓർമ്മയ്ക്കായി നിർമ്മിച്ച ഈ കണ്ണകി കോട്ട പിൽക്കാലത്ത് മംഗളാദേവി ക്ഷേത്രമായി അറിയപ്പെട്ടു. ചേരശൈലിയിൽ ശിലാപാളികൾ അടുക്കി വെച്ച നിർമ്മാണ രീതി ഇന്നും ഇവിടെ കാണാൻ സാധിക്കും. നൂറ്റാണ്ടുകളോളം ഈ ക്ഷേത്രം കൊടും കാടിനുള്ളിൽ ആരും അറിയാതെ വിസ്മൃതിയിലാണ്ടു കിടന്നു. പൂഞ്ഞാര്, തിരുവിതാംകൂർ രാജവംശങ്ങളുടെ കൈകളിലൂടെ കടന്നുപോയ ഈ പുണ്യഭൂമി ഇന്നും ഒരു നിഗൂഢതയായി അവശേഷിക്കുന്നു. 80കളോടെ തമിഴ്നാട് ഈ ക്ഷേത്രത്തിന്മേല് അവകാശവാദം ഉന്നയിച്ചു. ഭൂമിശാസ്ത്രപരമായി കേരളത്തിന്റെ അതിർത്തിക്കുള്ളിലാണെങ്കിലും ഇന്നിതൊരു തർക്കപ്രദേശമാണ്. എങ്കിലും ഭക്തിക്ക് അതിരുവരമ്പുകളില്ലെന്ന് തെളിയിച്ചുകൊണ്ട് ചിത്രപൗർണമി നാളിൽ ഇരു സംസ്ഥാനങ്ങളിലെയും പൂജാരിമാർ ഇവിടെ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നു. വർഷത്തിൽ ഒരു ദിവസം മാത്രം, ചിത്രപൗർണമി നാളിൽ മാത്രമാണ് ഈ നട തുറക്കുന്നത്. കുമളിയിൽ നിന്നും 14 കിലോമീറ്റർ കൊടും കാടിനുള്ളിലൂടെ പ്രത്യേകം അനുമതിയുള്ള ടാക്സി ജീപ്പുകളിലോ കാൽനടയായോ മാത്രമേ ഇവിടെ എത്താൻ കഴിയൂ. വനം വകുപ്പിന്റെ കർശന നിയന്ത്രണങ്ങൾക്കിടയിലും 10,000-കണക്കിന് ഭക്തരാണ് ആ ഒരു ദിവസം ഭഗവതിയുടെ അനുഗ്രഹം തേടി ഈ മലമുകളിലെത്തുന്നത്. രാവിലെ 6 മുതൽ വൈകിട്ട് 4 വരെ മാത്രം നീളുന്ന ആ ചടങ്ങുകൾക്ക് ശേഷം മംഗളാദേവി വീണ്ടും പ്രകൃതിയുടെ ഏകാന്തതയിലേക്ക് മടങ്ങും. പ്രകൃതി നിയമങ്ങളും മനുഷ്യാചാരങ്ങളും ഒന്നിക്കുന്ന അപൂർവമായ ഈ പുണ്യസ്ഥലം മാറ്റമില്ലാത്ത ഭക്തിയുടെയും ചരിത്രത്തിന്റെയും അടയാളമായി തലയുയർത്തി നിൽക്കുന്നു.